ഒരു രാത്രി മുഴുവനും എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാവുന്ന കയറിൽ തൂങ്ങിയാണ് കോഴിക്കോടുകാരനായ വേലിക്കോത്ത് മുഹമ്മദ് എന്ന 60കാരൻ കിണറ്റിലെ കഴുത്തൊപ്പം വെള്ളത്തിൽ ഒരു രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടിയത്. ആടുകളെ മേയ്ക്കാനായി ചാക്കാട്ടെ 25 ഏക്കറോളം വരുന്ന റബ്ബർ തോട്ടത്തിലെത്തിയപ്പോഴാണ് മുഹമ്മദ് 20 കോൽ താഴ്ചയുള്ള 2 ആൾ പൊക്കത്തിൽ വെള്ളം നിറഞ്ഞിരിക്കുന്ന കിണറ്റിലേക്ക് വീഴുന്നത്. മേയ്ക്കാൻ കൊണ്ടുവന്ന 5 ആടുകളിൽ ഒന്ന് കിണറ്റിൻ്റെ പൊക്കമില്ലാത്ത ആൾമറയിൽ കയറി നിന്നത് കണ്ട് ആടിനെ രക്ഷിക്കാൻ പോയപ്പോഴാണ് മുഹമ്മദ് അപകടത്തിൽപ്പെട്ടത്. മുഹമ്മദും ആടും കൂടി കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ചവിട്ടി നിൽക്കാൻ പടികളില്ലാത്ത കിണറ്റിൽ മോട്ടോർ കെട്ടിവെച്ച ചെറിയ പ്ലാസ്റ്റിക് കയർ മാത്രമായിരുന്നു മുഹമ്മദിൻ്റെ ജീവിതത്തിലേക്കുള്ള പിടിവള്ളി. അപ്പോഴും മുഹമ്മദ് കരുതിയിരുന്നില്ല ഈ കയറിൽ പിടിച്ചിരുന്നാൽ രക്ഷ നേടാൻ കഴിയുമെന്ന്. എന്നാൽ മുഹമ്മദിൻ്റെ പ്രതീക്ഷകൾക്കപ്പുറമായിരുന്നു ആ കയറിൻ്റെ ശക്തി. മുകളിലേക്ക് കയറാൻ ശ്രമിച്ചാൽ പ്ലാസ്റ്റിക് കയർ പൊട്ടുമെന്ന് ഉറപ്പായതോടെ കിണർ ഭിത്തിയിലെ ചെറിയ കല്ലിൽ ചവിട്ടി പ്ലാസ്റ്റിക് കയറിൽ പിടിച്ച് തണുപ്പിനോടും ഉറക്കത്തോടും പൊരുതി പുലർച്ചെ 4:30 വരെ മുഹമ്മദ് കഴുത്തൊപ്പം എത്തുന്ന വെള്ളത്തിൽ കഴിഞ്ഞു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. പുലർച്ചെ റബ്ബർ വെട്ടാനെത്തിയവരുടെ ടോർച്ചിൻ്റെ പ്രകാശം കണ്ട് സഹായം തേടി നിലവിളിച്ചതോടെ ടാപ്പിങ്ങിനെത്തിയ ഷൈജുവും മുജീബും അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു. ഇരുട്ടിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേന 4:30-യോടെ മുഹമ്മദിനെ കിണറ്റിന് പുറത്തെത്തിച്ചു. കിണറ്റിൽ മുഹമ്മദിനോടൊപ്പം വീണ ആട് ചത്തുപോയിരുന്നു. ബാക്കിയുണ്ടായിരുന്ന ആടുകൾ കിണറ്റിന് ചുറ്റും നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കിണറ്റിൽ വീണ് മരണത്തെ മുഖാമുഖം കണ്ട് ഒരു രാത്രി മുഴുവൻ നിന്നതൊന്നും മുഹമ്മദിനെ തളർത്തിയില്ല. വീട്ടിൽ വന്ന് വസ്ത്രം മാറി പശുവിനെ വാങ്ങാൻ ഒപ്പം ചെല്ലാമെന്ന് സുഹൃത്തിനോട് നേരത്തെ പറഞ്ഞുറപ്പിച്ച് വാക്ക് പാലിക്കാൻ ഒരുങ്ങുകയായിരുന്നു മുഹമ്മദ്. ആദ്യമായില്ല മുഹമ്മദ് മരണത്തിൻ്റെ വായിൽ നിന്നും രക്ഷപ്പെടുന്നത്. 2 വർഷം മുൻപ് തടിയുമായി പോയ ലോറി മാഹിയിലെ കുഞ്ഞിപ്പള്ളിയിൽ വെച്ച് തലക്കീഴായി മറിഞ്ഞിരുന്നു. അന്ന് ലോറിയിലുണ്ടായിരുന്ന മുഹമ്മദ് ഡോറ് തുറന്ന് തെറിച്ച് ഓവുചാലിൽ വീണു. പണം ഞങ്ങൾ തരും. ലോറി പതിച്ചത് ഓവുചാലിൻ്റെ മുകളിലേക്കായിരുന്നു. ഓവുചാലിൽ കിടന്നതുകൊണ്ടാണ് അന്ന് മുഹമ്മദ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്.